നമസ്കാരം. ചെന്നൈയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഒരു വർഷത്തിനടുത്തായി തിരുപ്പതിയിലേക്ക് പോയിട്ട് ഇന്ന് തിരുപ്പതിയിലേക്കുള്ള ഒരു യാത്രയാണ്. MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ. ഇവിടുന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 4:35 തിരുപ്പതിയിലേക്കുള്ള എക്സ്പ്രസ്സിനാണ് ഇന്ന് യാത്ര പോകുന്നത്. നമ്മുടെ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിനാണെന്ന് നമുക്ക് അവിടെ എത്തി നോക്കാം. ഇത് തന്നെയാണ് സ്ക്രീൻ, പക്ഷേ ഇപ്പോൾ ഇവിടെ ആ ട്രെയിനിൻ്റെ ടൈം ടേബിൾ അല്ല, ഇപ്പോൾ ഇവിടെ ആഡാണ്. നമുക്കിതിലൂടെ എന്തായാലും അകത്തേക്ക് തന്നെ കയറാം, എന്നിട്ട് ഏത് പ്ലാറ്റ്ഫോം ആണെന്ന് നോക്കാം. ട്രെയിൻ നമ്പർ 16203 തിരുപ്പതി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 ഇന്ന് പുറപ്പെടുക. നേരെ 1ലേക്ക് പോവാം. 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ നമുക്ക് പോകാനുള്ള തിരുപ്പതി എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. അറക്കോണം ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WAP4 ആണ് ലോക്കോമോട്ടീവ്. ഇതാണ് ട്രെയിനിൻ്റെ ഒരു ബോർഡ്. ഇതൊരുപാട് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. ചെന്നൈയിൽ നിന്ന് തിരുപ്പതിയിലേക്കുള്ള ഈ വണ്ടിക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ തിരുപ്പതിയിൽ നിന്ന് ചാമരാജനഗറിലേക്ക് പോകുന്നുണ്ട്. അതായത് മൈസൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അതുതന്നെ മൈസൂരിൽ നിന്ന് ചാമരാജനഗറിലേക്കുള്ള ഒരു പാസഞ്ചറായിട്ടും പോകുന്നുണ്ട്. 3 വണ്ടിയായിട്ടാണ് ഇത് പോകുന്നത്. ഈ ചാമരാജനഗർ എവിടെയാന്ന് വെച്ചാൽ നഞ്ചൻഗുഡി ഇല്ലേ, അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. പുരട്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളിതിൽ സ്ലീപ്പർ ക്ലാസ് ആണ് ബുക്ക് ചെയ്തത്. S5 ആണ് കോച്ച്. 2007 നിർമ്മിച്ച S5 കോച്ചിലാണ് ഇന്ന് യാത്ര ചെയ്യാനുള്ളത്. ആൾക്കാരൊക്കെ കയറി. 15ഉം 16ഉം ആണ് നമ്മുടെ ബെർത്തുകൾ. സൈഡ് ഓവറും സൈഡ് അപ്പറുമാണ് ബുക്ക് ചെയ്തത്. ഇതേ ഈ സൈഡ് ഓവറും ഈ സൈഡ് അപ്പറും. ഞങ്ങൾ ആദ്യം അൺറിസർവ്ഡ് പോകാനാണ് ഒരു പ്ലാൻ ഉണ്ടായത്. പിന്നെയാണ് സ്ലീപ്പറിലേക്ക് മാറിയത്. ഒരുപാട് കറന്റ് അവൈലബിൾ ഇന്നും ഈ ട്രെയിൻ ഉണ്ട്. ഇവിടെ ചെന്നൈയിൽ നിന്ന് തിരുപ്പതിയിലേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 150 രൂപയാണ്. MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് കറക്റ്റ് 4:35 തന്നെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. മസാലപ്പൊരി. ഞാൻ ഇതൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. ട്രെയിൻ ഇപ്പോൾ തിരുവള്ളൂരെത്തി. എനിക്കുണ്ടല്ലോ ഈ ട്രെയിനിൽ റിസർവേഷൻ ചെയ്തിട്ട്, അതായത് ബുക്ക് ചെയ്ത് കയറിയത് ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. TT വന്നിട്ടുണ്ടായിരുന്നു, ചെക്ക് ചെയ്ത് പോയി. അതായത് ഈ കോച്ചിൽ ആകെ ചെക്ക് ചെയ്തത് ഞങ്ങൾ 2 പേര് മാത്രം. ബാക്കി എല്ലാവരും എന്താ പറയുക ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് തന്നെയാണ് കയറുന്നത്. മിക്കവാറും എന്താ പറയുക അടുത്ത സ്റ്റേഷനായ ആർക്കോണം വരെ മാത്രമേ കാണുള്ളൂ. പക്ഷെ ഒരു എന്താ പറയുക ഒരു അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റ് പോലെ തന്നെയാണ്. ചെന്നൈയിൽ നിന്ന് ട്രെയിനിൽ കയറുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. ഇപ്പം ഇതാ നല്ല മഴയാണ്. പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. ഇനിയിപ്പോൾ തിരുപ്പതിയൊക്കെ എത്തുമ്പോൾ നല്ല മഴയായിരിക്കാം. ഇവിടേക്ക് എന്തായാലും നല്ല മഴക്കാറുണ്ട്. അറക്കോണം ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഇവിടെയാണ്. 5:53 ട്രെയിൻ ഇപ്പോൾ അറക്കോണം ജംഗ്ഷനിലെത്തി. ഇനി ഇവിടെ നിന്നാണ് തിരുപ്പതി റൂട്ടിലേക്ക് പോവുക. മറ്റൊന്നുള്ളത് നേരെ കാട്ട്പാടി ജോളാർപേട്ട. മഴ മാറിയിട്ടില്ല. മഴ കാരണം ആർക്കും പ്ലാറ്റ്ഫോമിൻ്റെ ഈ ഭാഗത്തേക്ക് വരാൻ പറ്റുന്നില്ല. ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഈ മഴയെ. അതുകൊണ്ട് തന്നെ കുട അധികം ആൾക്കാരുടെ കയ്യിലുണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറൽ ടിക്കറ്റ് എടുത്ത് കയറിയ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങി. അപ്പം നമ്മളിനി നേരെ തിരുപ്പതിയിലേക്ക് പോകുന്നത് ഇവിടുന്ന് തിരുത്തണി വഴിയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ആർക്കോട് നിന്ന് കഴിഞ്ഞാൽ കാട്ട്പാടി ഉണ്ടല്ലോ നമ്മളെ സേലം റൂട്ട്. അങ്ങനെ കാട്ട്പാടി പോയി കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് തിരുപ്പതിയിലേക്ക് പോവാം. അതായത് അവിടുന്ന് ചിറ്റൂർ വഴി പോവാം. നമ്മൾ നേരത്തെ പോയത് ആ റൂട്ട് വഴിയാണ്. ഈ തിരുത്തണി വഴി ഞങ്ങൾ ഒരു 2-3 വർഷം മുന്നേ നേരത്തെ പോയിട്ടുണ്ട്. 6:14 ട്രെയിൻ ഇപ്പോൾ തിരുത്തണി സ്റ്റേഷനിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. മുരുകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണിത്. ആറുപടை വീടുകളിൽ ഒന്നാണ് തിരുത്തണി എന്ന് പറഞ്ഞത്. അതായത് മുരുകൻ്റെ 6 വാസസ്ഥലങ്ങളിലൊന്ന്. അപ്പം ഞങ്ങൾ ആകെ 2 എണ്ണത്തിന് മാത്രമേ പോയിട്ടുള്ളൂ, പഴനിയിലും തിരുച്ചെന്തൂരിലും മാത്രം. ബാക്കി വരുന്ന 4 എന്ന് പറഞ്ഞാൽ
പഴമുതിർ ചോല, അതുപോലെ തന്നെ സ്വാമിമല, തിരുപ്പാറക്കുണ്ട്രം, അതുപോലെ തന്നെ തിരുത്തണി. ട്രെയിൻ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലേക്ക് കയറി. ഇവിടെ വലിയ മലനിരകളൊക്കെയാണ് കാണാനായി സാധിക്കുന്നത്. 6:30 കഴിഞ്ഞു. ഇപ്പോൾ നല്ല ഇരുട്ട് വന്ന് തുടങ്ങി. ഈ ഭാഗത്ത് കൂടുതലും മലനിരകൾ തന്നെയാണ്. ഇപ്പൊ തിരുപ്പതി ഭാഗത്തേക്ക് പോയാലും അങ്ങനെ തന്നെയാണല്ലോ. ഇവിടുന്ന് നേരെ കാണുന്ന ഭാഗമില്ലേ, അവിടത്തേക്കനെ ശ്രദ്ധിച്ചോ, കണ്ട നല്ല ഇടിയും മിന്നലും ഒക്കെയാണ് അവിടെ. ഇവിടെ മഴ തകർത്ത് പെയ്യുകയാണ്. പക്ഷെ എന്താ അല്ലേ, ഇപ്പം 7 മണി കഴിഞ്ഞു. ഇങ്ങനെ ദൂരെ നിന്ന് ഇത് കാണാൻ നല്ല രസമാണ്. ട്രെയിൻ ഇപ്പോൾ റേണികൊണ്ടയിലെത്തി. ഇനിയിപ്പോൾ തിരുപ്പതിയിലേക്ക് പോകാനുള്ള ട്രാക്ക് ഇതാണ്. ഇവിടുന്ന് ഇനിയിപ്പോൾ ലോക്കോ റിവേഴ്സലുണ്ട്. 7:39 റേണിഗുണ്ട ജംഗ്ഷൻ. മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. കേരളത്തിൽ നിന്ന് ഒരുപാട് ട്രെയിനുകൾ തിരുപ്പതി പോവാതെ റേണിഗുണ്ട വഴി കടന്നു പോകുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ വരികയാണെങ്കിൽ സ്റ്റേഷന്റെ പുറത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ഇഷ്ടംപോലെ ബസ് സർവീസ് തിരുപ്പതിയിലേക്ക് കിട്ടും. ഇവിടുന്ന് 10 കിലോമീറ്റർ ദൂരമാണ് തിരുപ്പതിയിലേക്കുള്ളത്. ചെന്നൈയിൽ നിന്നും 146 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 8:25. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. ഈ ട്രെയിനിന് 9:40 ചാമരാജനഗറിലേക്ക് പോവുക. അപ്പോൾ അതിന് കയറേണ്ട ആൾക്കാർ ഓൾറെഡി ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ തിരുപ്പതിയിൽ ഇപ്പോൾ നവീകരണമാണ് സ്റ്റേഷൻ്റെ. നമുക്കിനി നേരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാം. തിരുപ്പതി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെയാണ് ഇനിയിപ്പോൾ പുതിയ കെട്ടിടങ്ങളൊക്കെ വരുന്നത്. ഞങ്ങൾ ഇതുവഴിയാണ് ഇപ്പോൾ ഇറങ്ങി വന്നത്. ഞങ്ങളിവിടെ റൂം എടുത്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഒരു 850 മീറ്റർ മാറിയിട്ടാണ് റൂം. ഇപ്പോൾ 8:30 ആദ്യം റൂം ചെക്ക് ഇൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. റൂം എടുത്തത് കുറച്ച് ഉള്ളിലേക്കായി പോയി. ഇനിയൊരു 100 മീറ്ററും കൂടെ ഉള്ളൂ. ഞങ്ങൾ അന്ന് വന്നപ്പോൾ എടുത്തത് ടൗൺ ഏരിയയിൽ തന്നെയായിരുന്നു. ഇത് കുറച്ച് മാറിയിട്ടാണ്. ഓൺലൈൻ വഴി ഞങ്ങൾ എടുത്ത റൂം ഇതാണ്. നോൺ AC റൂമാണ്. ഇവിടെ ഒരു ഫാനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ TV കാണാം. ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇവിടെ ഒരു മിറർ ഉണ്ട്. പിന്നെ വാഷ് ഏരിയ ഇവിടെയാണ്. ടോയ്ലറ്റും ബാത്റൂമും ഇവിടെയാണ്. കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു ഏരിയ തന്നെയാണിത്. അതായത് റൂം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പൈസ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഞങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ തന്നെയാണ് ഇവിടെ കിട്ടിയത്. അതായത് നമുക്കൊരു ബഡ്ജറ്റായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു മുറി തന്നെയാണിത്. ഗോയിബിവ വഴിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഈ ഭാഗത്ത് ഏറ്റവും ചീപ്പായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഇത് തന്നെയാണ്. 630 രൂപക്കാണ് ഈ റൂം ഞങ്ങൾക്ക് കിട്ടിയത്. റെയിൽവേ സ്റ്റേഷനിൽ പെട്ടെന്ന് ഇവിടെ എത്തി. കാരണം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങി ഭക്ഷണം കഴിച്ച് മറ്റൊരു ക്ഷേത്ര ഭാഗത്തേക്ക് പോകാനുണ്ട്. റൂമിന്റെ അവിടുന്ന് 1.5 കിലോമീറ്റർ ഇപ്പം നടന്ന് തിരുപ്പതിയിലെ ഗോവിന്ദരാജ സ്വാമി ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ക്ഷേത്രം. ഈ രാത്രി 9:15 ആയ സമയത്താണ് ഇവിടെ ഇപ്പം നല്ല തിരക്ക്. ഇവിടെ ഇതാ വിളക്കുകളൊക്കെ വാങ്ങിക്കാം. ക്ഷേത്രം ഇവിടെയാണ്. ഈ ഭാഗത്തും ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ വലിയൊരു ഗോപുരമുണ്ട്. പക്ഷെ അത് നടന്നു വരുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഇങ്ങനെ ഓലയൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ നിന്നാണ് പിന്നെ അതിൻ്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടുക. ഇതിൻ്റെ കളറൊക്കെ മാറി മാറി വരുന്നുണ്ട്. അവിടെ നല്ല കൊത്തുപണികളാണ്. അതിൻ്റെ ആ ഒരു കണ്ടില്ലേ, ഇപ്പോൾ കളറൊക്കെ മാറുന്നുണ്ടല്ലേ. തിരുപ്പതിയിലെ ഒരു പുരാതന ക്ഷേത്രമാണിത്. മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നമുക്കിനി ഇറങ്ങി പുറത്തേക്ക് പോയാൽ ഇവിടെ ഒരു കുളമുണ്ട്. ആ ഭാഗത്തേക്ക് ഇനി നമുക്ക് നടന്നിട്ട് പോവാം. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഗോപുരത്തിൻ്റെ ഭാഗമൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന്. അവിടെ ഇതൊക്കെ കെട്ടിയതുകൊണ്ടാണ്.
ചെറിയ ചെറിയ കടകളൊക്കെ ഇതാ ഇവിടെ. നമുക്ക് വേണ്ടതൊക്കെ ഇവിടുന്ന് വാങ്ങിച്ച് പോവാം. മാലകളും വളകളും എല്ലാം ഇവിടെ കിട്ടും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കുളമാണിത്. ആ നടുഭാഗത്ത് കണ്ടോ, അവിടെ ഒരു നിർമ്മിതിയൊക്കെ ഉണ്ട്. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇതുവഴി നടക്കുകയും ഈ ഭാഗത്ത് ഇരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പം അവിടെ ഗേറ്റ് ക്ലോസ് ആണ്. ആൾക്കാർക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു പെർമിഷൻ ഇപ്പോൾ ഇല്ല. നല്ലൊരു കാമായൊരു ഏരിയ ആണിത്. കാരണം നമുക്ക് മുഴുവനായിട്ട് ഇത് നടന്നിട്ടൊക്കെ കാണാനായി സാധിക്കുന്നതാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയ മസാല ദോശയാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ കണ്ടോ, നമ്മൾ ടേബിളിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഉപ്പുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, അച്ചാറൊക്കെയാണ്. ഇത് എല്ലാ ടേബിളിലും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ദോശ ഒരു 10 മിനിറ്റിനുള്ളിൽ എന്തായാലും വരും. നല്ല ചൂട് മസാല ദോശ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടൈപ്പ് ചട്നി കാണാം. പിന്നെ ഇവിടെ ഇതാ സാമ്പാറും. അപ്പം ഇന്ന് രാത്രിക്കിനി ഇതാണ് ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ ഒരുപാട് ബസ്സുകൾ നിർത്തിയത് കാണുന്നില്ലേ? ഇതൊക്കെ തിരുമലയിലേക്ക് പോകുന്ന ബസ്സുകളാണ്. AC ബസ്സുകളും ഉണ്ട്, നോൺ AC ബസ്സുകളും ഉണ്ട്. ഇത് AC ബസ്സാണ്. അപ്പോൾ ഈ AC ബസ്സിനും നോൺ AC ബസ്സിനും പൈസയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതങ്ങ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടം വരെ ഉണ്ട്. ആ മുൻഭാഗത്താണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പം നിങ്ങൾ ഈ തിരുപ്പതിയിൽ ട്രെയിൻ വന്നിറങ്ങിയാൽ വേറെ എവിടെയും പോകണ്ട, റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ തന്നെ ഈ ബസ്സുകളെ കാണാം. ഞങ്ങളിനി നാളെ രാവിലെ ഇവിടുന്ന് ഇതേ ബസ്സുകളിൽ കയറിയിട്ടാണ് തിരുമലയിലേക്ക് പോകുന്നത്. ഇവിടം വരെയാണ് ബസ്സുകളുള്ളത്. ഞങ്ങളിനി നേരെ റൂമിലേക്ക് പോവുകയാണ്. നാളെ ഇനിയിപ്പോൾ തിരുമലയിലേക്കുള്ള ബസ് കയറുന്നത് റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്ത് തന്നെയാണ്. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമുക്കിനി രാവിലെ ഇങ്ങോട്ട് വരാം. രാവിലെ 6 മണിയായി. ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ തിരുമലയിലേക്ക് പോവുകയാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ എത്തി. ഇവിടെ തന്നെയാണ് ഇനിയിപ്പോൾ പോകാനുള്ള ബസ്സും ഉള്ളത്. തിരുപ്പതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ ഉണ്ട് തിരുമലയിലേക്ക്. സ്വന്തമായ വാഹനം എടുത്തിട്ട് നമുക്ക് പോവാം. അതുപോലെ തന്നെ ഇവിടുന്ന് APSRTC വഴിയും പോവാം. നമ്മളിന്ന് ബസ്സിനാണ് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ നടന്നിട്ടും പോവാം. നടന്നിട്ട് പോകാൻ തന്നെ 2 വഴികളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അലിപ്പിരി എന്ന് പറഞ്ഞൊരു വഴി, പിന്നെ മറ്റൊന്ന് വരുന്നത് ശ്രീവാരിമേട്. ശ്രീവാരിമേടിൽ ഏകദേശം 2400 സ്റ്റെപ്പുകളാണ് വരുന്നത്. മറ്റേ വഴി പറഞ്ഞല്ലോ അലിപ്പിരി വഴിയാണെങ്കിൽ ഏകദേശം ഒരു 3550 സ്റ്റെപ്പ് വഴി വേണം നമുക്ക് നടന്നു പോകാൻ. തിരുമല ഞങ്ങളെന്തായാലും ഈ ബസ്സിന് പോകുന്നില്ല. ഇതില് നല്ല തിരക്ക് വന്നു. ഇതിന്റെ പുറകിലുള്ള ബസ്സിൽ നമുക്ക് കയറാം. അതിന് മുന്നേ ഇവിടെ ഈ സൈഡ് ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത്. അപ്പൊ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. തിരുപ്പതി തിരുമല ബസ് ടിക്കറ്റ് ചാർജ് ഇതാണ്. AC-ക്ക് 110, നോൺ AC-ക്ക് 90 രൂപയും. നിങ്ങൾ വരുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോ. 6:30ക്കാണ് ഇവിടുന്ന് ബസ് എടുത്തത്. 14 കിലോമീറ്റർ ഉണ്ട് യാത്ര ചെയ്യാൻ. 3.5 കിലോമീറ്റർ പോയാൽ ചെക്ക് പോസ്റ്റ് എത്തും, അലിപ്പിരി. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഒരുമിച്ച് തന്നെ എടുക്കാം. എന്ത് നല്ല റോഡുകളാണ്. ഇനി നമുക്ക് യാത്ര ചെയ്യാനുള്ള ആ ഒരു മല അതാണ്. ആ മല മുഴുവനും കയറിയിട്ട് വേണം തിരുമല എത്താൻ. അലിപ്പിരിയിലുള്ള APSRTCന്റെ ഡിപ്പോ ആണിത്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മളെടുത്ത ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വരും. ആൾക്കാർ വരുന്നുണ്ട്. ചെക്ക് പോസ്റ്റിലെത്തി. ഈ ബസ്സിൽ ഛർദിക്കേണ്ടവർക്ക് കവറൊക്കെ കൊടുക്കും. കാരണം ഇനിയിപ്പം കയറ്റം കയറിയിട്ടാണല്ലോ പോവുക. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ്
ഇനി ഇവിടെ മുതലാണ് കയറ്റം തുടങ്ങുക. ഈ റോഡില്ലേ, ഇത് വൺ വേ ആണ്. ഇങ്ങോട്ട് വരുന്ന വണ്ടികൾക്ക് വേറെ റോഡ് തന്നെ ഉണ്ട്. ഇതിൽ കവറ് വെക്കാനുള്ള മെയിൻ റീസൺ എന്താ അറിയോ? ഈ നല്ല വളവുകളാണ്. ഈ വളവുകള് നല്ല സ്പീഡിൽ തന്നെയാണ് ഇവര് പോകുന്നത്. ഉറപ്പായിട്ടും പുറകിലുള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും ഛർദിക്കാൻ എന്തായാലും ഒരു ടെൻഡൻസി കാണും ഉറപ്പായിട്ടും. പിന്നെ നമുക്ക് തിരുപ്പതി റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ ഇതുപോലെയുള്ള ട്രാവലർ ഇല്ലേ, ഇതൊക്കെ ആക്കിയിട്ട് വരാം. ജീപ്പ്, ആ സൗകര്യമൊക്കെ അവിടെ കിട്ടും. അടുത്ത ബസ്സിനെയും കൂടി ഇതാ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യുകയാണ്. ഇത് ഇലക്ട്രിക് ആയതുകൊണ്ടാണ് ഇങ്ങനെ കയറി പോകുന്നത്. ഏറ്റവും മുകളിലെത്തിയപ്പോ ഇത് ഗരുഡാദ്രി ഗാർഡൻ ആണ്. അടുത്തൊരു ബസ്സിനെയും കൂടി ഇവിടുന്ന് കണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പം ടോട്ടലി 3 ബസ്സിനെയാണ് ഇത് ഓവർടേക്ക് ചെയ്യുന്നത്. ഏഴ് 30 കറക്റ്റ് 1 മണിക്കൂറാണ് യാത്ര. തിരുമല APSRTC ബസ് സ്റ്റാൻഡ്. തിരുപ്പതിന്ന് തിരുമലയിലേക്ക് വരുമ്പോൾ AC ബസ് എടുക്കുന്നതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത്. കാരണം വേഗത്തിലെത്തുന്നത് അത് തന്നെയാണ്. ഇനി ഇവിടുന്ന് നേരെ ക്ഷേത്രഭാഗത്തേക്ക് പോവാം. വളരെ അടുത്താണ്. അതുപോലെ തന്നെ ഞാനിത് മുണ്ടൊക്കെയാണ് എടുത്തത്. പിന്നെ റൂമിൽ നിന്ന് ഒരു കൊട എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ രാവിലെ ഇറങ്ങുന്ന സമയത്ത് മഴ ചാറുന്നുണ്ടായിരുന്നു. മഴ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പം വലിയ മഴയൊന്നുമില്ല. എത്ര ആൾക്കാരാണ് ദിനം പ്രതി ഇവിടെ വരുന്നത്. എത്ര ബസ് സർവീസുകൾ.
APSRTCക്ക് നല്ല ലാഭമാണ് ശരിക്കും പറഞ്ഞാല്. തിരുപ്പതി തന്നെയാണ് APSRTCന്റെ മെയിൻ എന്ന് പറഞ്ഞൊരു അത്രമാത്രം ലാഭം കിട്ടുന്ന ഒരു സ്ഥലം. കാരണം ഓരോ മിനിറ്റിനാണ് ഇവിടുന്ന് ബസ്സുകള്. അതോ എല്ലാ ബസ്സിലും ഫുള്ളാണ് ആൾക്കാര്. അതാണ് മെയിൻ ഹൈലൈറ്റ്. സപ്തഗിരി എക്സ്പ്രസ് തിരുപ്പതിയില് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ബസ്സാണിത്. ഈ ഭാഗത്തേക്കെല്ലാം നമുക്കിതിൽ പോവാം, പൈസ കൊടുക്കണ്ട. എത്ര ആൾക്കാരാണെന്ന് നോക്കിയേ അതിൻ്റെ അകത്ത്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അതുപോലെ തന്നെ അങ്ങ് അവിടെ വെങ്കടേശ്വരൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. ക്ഷേത്ര ഭാഗമൊക്കെ നേരെ അങ്ങോട്ടാണ്. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇതുവഴിയാണ് വന്നിരുന്നത്. ഇത്തവണ അവർ വേറെ വഴിയാണ് കൊണ്ടുവിട്ടത്. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ ഇപ്പോഴേ സാധ്യമല്ല, കാരണം ഒരുപാട് പേരാണ് ഇവിടുന്ന് ഫോട്ടോ എടുക്കാനുള്ളത്. തിരുമലയിലത്തെ വൃത്തിയാണ് എടുത്തു പറയേണ്ടത്. നല്ല രീതിയിലാണ് ഇവിടെയൊക്കെ പരിപാലിക്കുന്നത്. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടൂല. ഈ വെള്ളം കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കുപ്പിയാണ് കിട്ടുക. പിന്നെ എല്ലാ ഭാഗത്തും ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കാം. ഒരുപാട് പേര് ഇവിടെ ചെരുപ്പ് വെച്ചത് കാണാം. എന്തിനാണ് ഇതിന്റെ കാര്യം? അവിടെ ഫ്രീ ആയിട്ട് ചെരുപ്പ് വെക്കാനുള്ള നല്ല സ്ഥലമുണ്ട്, അവിടെ വെച്ചാൽ മതി. കാരണം അവിടെ വെച്ചാൽ പിന്നെ വേറെ ആരും എടുക്കൂല, കളവ് പോവില്ല, നോക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. ഫ്രീ ഷൂ കീപ്പിംഗ് കൗണ്ടർ. ഇപ്പം ഇവിടെ ആണ് നമുക്കിനിയിപ്പോൾ ചെരുപ്പുകൾ വെക്കാനുള്ളത്. ഇവിടെ എവിടെ വേണമെങ്കിലും വെക്കാം. കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടെ എവിടെയെങ്കിലും വെക്കാം. എത്ര സ്പേസ് ഉണ്ട് നിങ്ങൾ തന്നെ നോക്കിയേ. ആ പുറത്തൊന്നും പോയി വെക്കണ്ടല്ലോ, ഇവിടെ എവിടെയെങ്കിലും വെക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ഭാഗത്ത് വെക്കാം, 440 വെക്കാം. ക്ഷേത്രത്തിലേക്ക് കയറി പോകാനുള്ള പ്രധാന ഭാഗം ഇവിടെയാണ്. തിരുമല ക്ഷേത്രമാണ് ഈ കാണുന്നത്. നമുക്ക് അവിടെ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും ക്ഷേത്രത്തിൻ്റെ. ഈ ഭാഗത്തേക്കാണ് അത് പോകാനുള്ളത്. അവിടെ നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഈ രാവിലെയൊക്കെ എന്ത് തിരക്കാണെന്ന് നോക്കിയേ. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. ഇവിടെയാണ് ക്ഷേത്രക്കുളം. ഒരുപാട് പേര് ആ ഭാഗത്തുനിന്ന് കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വൃത്തിയാണ് ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ്. വീഡിയോഗ്രാഫി ഇവിടെ വരെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക. നല്ല കൊത്തുപണികളൊക്കെ നമുക്കിവിടെ കാണാം. ദർശനത്തിനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് ഇതുവഴി. നമുക്കിനി ആ ഭാഗത്തേക്ക് പോവാം. അവിടെ നിന്നാണ് ഇനിയിപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ നല്ല കാഴ്ച കിട്ടുക. അതായത് ഇതാ അവിടെ ഇവിടെ ഈ സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ നിന്ന് കാണുന്ന ക്ഷേത്രത്തിന്റെ കാഴ്ച കണ്ടോ? ക്ഷേത്രവും ആ മലനിരകളും. ഏറ്റവും നല്ല വ്യൂ കിട്ടുക ഇവിടെ നിന്നാണ്. എത്ര ആൾക്കാരാണെന്ന് നോക്കിയേ. അവിടെ മുതലിതാ ഈ ഭാഗം വരെ ജനസാഗരാണ് ഇവിടെ. പിന്നെ ഇവിടെ തന്നെ എന്തോ ഒരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് ഈ ഭാഗത്തായി. എല്ലായിടത്തും ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്കാണ് ലഡു കൗണ്ടറൊക്കെ ഉള്ളത്. ക്ഷേത്രത്തിൻ്റെ ആ ക്യൂവും വരുന്നത് ഇനി ഇതിലൂടെയാണ്. എന്ത് ഭംഗിയല്ലേ! സമുദ്രനിരപ്പിൽ നിന്നും 980 മീറ്റർ ഉയരത്തിലാണ് തിരുമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ശേഷാചലം കുന്നുകൾക്കിടയിലാണ് ഈ പറയുന്ന ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടുപുറകിലായിട്ട് സപ്തഗിരി മലനിരകൾ, അതായത് 7 കുന്നുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് അതിൽ ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, വിഷഭ്രാദ്രി, നാരായണദ്രി,
വെങ്കടാദ്രി തുടങ്ങിയ 7 മലനിരകളിൽ വെങ്കടാദ്രി മലയിലാണ് തിരുമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഇവിടത്തേക്കും കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. ഇവിടെ വിളക്കുകളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് ഇവിടെ വിളക്കൊക്കെ കത്തിക്കുന്നതൊക്കെ ഇതാ കാണാം. പിന്നെ ഇവിടെ നാളികേരം ഉടക്കുന്നത് കാണാം. തിരുമല ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്തേക്കാണ് ലഡു കൗണ്ടർ. പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുക കൗണ്ടർ നമ്പർ 62 മുതലാണ്. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം. ഈ ഭാഗത്ത് കാണുന്ന കൗണ്ടറുകളൊക്കെ ഇല്ലേ, ഇതൊക്കെ ദർശനത്തിന് വന്നവർക്ക് കിട്ടുന്നതാണ്. 60 മുകളിലേക്കില്ല ആ കൗണ്ടറൊക്കെ ആ മുകളിലാണ്. 62-ാം നമ്പർ കൗണ്ടർ ഇവിടെയാണ് നമുക്ക് പൈസ കൊടുത്ത് ലഡു കിട്ടുക. തിരുമലയിൽ 3 നേരം അന്നദാനം കിട്ടും. അന്നപ്രസാദ സെൻറ്റർ അതിൻ്റെ ആ ഒരു ടൈമിംഗ് ഒക്കെ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 8:30 മുതൽ 10:30 വരെ, ലഞ്ച് 10:30 മുതൽ 4 മണി വരെ, ഡിന്നർ 5 മണി മുതൽ 10:30 വരെ. ഇവിടെ നല്ല തിരക്കാണ്. ഇത് ലാസ്റ്റ് ക്യൂ ആണ്. ഇത് ഏകദേശം ഇവിടെ വരെ ഉണ്ട്. ഇത് ഇങ്ങനെ കറങ്ങി അതിൻ്റെ ഉള്ളിൽ പോവും. പിന്നെ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ കറങ്ങി പിന്നെ മെയിൻ ഒരു ഹാളിലേക്ക് കയറും. അവിടെ ഏകദേശം ഒരു 400 പേർക്ക് നിൽക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പം തന്നെ ഒരു 1000 ആൾക്കാരുടെ ക്യൂ തന്നെ ഇവിടെയുണ്ട്. നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയാൽ ഒരു 2 മണിക്കൂറെങ്കിലും ആകും അവിടെ കറങ്ങി തിരിഞ്ഞ് ആ അന്നദാനം കഴിക്കുന്ന അവിടെ എത്താൻ. ഞങ്ങളിവിടുന്ന് ഉച്ചക്കത്തെ ഭക്ഷണവും രാത്രിക്കത്തെ ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വന്ന് ഇവിടുന്ന് കഴിച്ചതാണ്. ക്യൂ തീരുന്നില്ല. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഒരു ക്യൂവില് ഓരോരോ ആൾക്കാരിങ്ങനെ പുറകിൽ നിൽക്കുകയല്ല. ഈ ഒരൊറ്റ ഇതിൽ തന്നെ സെപ്പറേറ്റ് 3 സെപ്പറേറ്റ് ലൈനുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര ആൾക്കാരുണ്ടാവുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് നോക്കിയേ. ഫ്രീ ആയിട്ട് ഇതുവഴി ഓടുന്ന ബസ്സാണ് ഇത് പുതിയ ബസ്സാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതൊരു പഴയ ടൈപ്പാണ്. ഇതെന്തായാലും അടിപൊളി തന്നെയാണ്. തിരുമല ക്ഷേത്ര ഭാഗത്ത് നിന്ന് ഇനി തിരുപ്പതിയിലേക്ക് പോവുകയാണ്. ബസ് സ്റ്റാൻഡ് ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ആദ്യം ടിക്കറ്റ് എടുക്കാം. ഞങ്ങൾ പോകുമ്പോൾ ഇനി നോൺ AC ബസ്സിലാണ് പോകുന്നത്. ഈ ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ AC ബസ്സും ഉണ്ട്, നോൺ AC ബസ്സും ഉണ്ട്. ഇതിലൊക്കെ ആൾക്കാർ കയറി. ഇവിടെയും ഇതാ ആൾക്കാർ കയറിയാണ്. നമുക്ക് ഫ്രണ്ട് സീറ്റ് വേണം. നിരയായി ഒരുപാട് ബസ്സുകളുണ്ട്. അതിൽ ഈ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ പുറകിൽ മറ്റു ബസ്സുകളും വരുന്നത് കാണാം. ഫ്രണ്ട് സീറ്റിൽ തന്നെ നമുക്കിരിക്കാം. ഇവിടെ നവീകരിക്കുന്നുണ്ട്, ഇവിടെ ഞാനും. നല്ല വ്യൂ കിട്ടണമല്ലോ. ഇപ്പം ചുരം ഇറങ്ങി പോകുന്ന ആ ഒരു കാഴ്ച അതും കൂടെ നമുക്ക് കാണാം. ഇങ്ങോട്ട് വന്ന AC ബസ്സിന് 110 രൂപയും ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന ഈ നോൺ AC ബസ്സിന് 90 രൂപയാണ് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ്. 9 മണിക്കാണ് ഇവിടുന്ന് ഈ ബസ് എടുത്തത്. ഇറങ്ങി പോവാനും 1 മണിക്കൂർ തന്നെയാണ്. ഇനി തിരിച്ചിറങ്ങി പോകുന്ന വഴി ഇതാണ്. 1 വേ ആയതുകൊണ്ട് നല്ല ഉപകാരമാണ്. സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാലോ. ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ട് നല്ല മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല തണലാണ്. ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് കാൽനടയായിട്ട് നടന്നു വരാനുള്ള ആ പാതയും കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ കാണാം ഒരുപാട് പേര് നടന്നും വരുന്നുണ്ട്.
പുറകിലൂടെ തന്നെ AC ബസ് ഉണ്ട്. ഇതാണ് നടന്നു വരുന്ന ആ വഴി. എത്ര ആൾക്കാരാണ് നടന്നു വരുന്നത്. ഇതിലൂടെയാണ് ആ വഴി. ചില ഭാഗത്ത് റോഡിലൂടെ തന്നെയാണ് നടക്കാനുള്ളത്. ഈ ഭാഗത്ത് വലിയ പാറയാണ്. തിരുപ്പതി സിറ്റിന്റെ ഒരു കാഴ്ച. ഒമ്പത് 50 തിരുപ്പതിയിലെത്തി. ഈ ബസ് നേരെ പോവുക ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കായിരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. തിരുപ്പതി ബസ് സ്റ്റാൻഡ് ഇതാണ്. തിരുമലയിൽ നിന്ന് വരുന്ന ബസ്സുകളൊന്നും തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ ഈ ബസ് സ്റ്റാൻഡിലേക്കാണ് വരിക. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അടുത്ത് തന്നെ ആയി റെയിൽവേ സ്റ്റേഷൻ. തിരുമല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. ബാലാജി, വെങ്കടേശ്വരൻ എന്നൊക്കെ ഇവിടെ പറയും. അതുപോലെ തന്നെ ദർശനത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ തിരുപ്പതിയിലത്തെ ദർശനം എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക കഠിനമാണ്. അതായത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. നമുക്ക് ഓൺലൈൻ വഴിയായിട്ട് തന്നെ നേരത്തെ മാസങ്ങൾക്ക് മുന്നേ ബുക്ക് ചെയ്യാം. അതായത് ഈ TTD എന്ന് പറയും, തിരുമല തിരുപ്പതി ആ ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഓൺലൈൻ മുൻകൂറായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ആ സ്ലോട്ട് പ്രകാരം നമുക്ക് തിരുമലയിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അധികം സമയം ചെലവഴിക്കാതെ തന്നെ പെട്ടെന്ന് ദർശനം ചെയ്തിട്ട് മടങ്ങാവുന്നതാണ്. ആ ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ തിരുപ്പതിയിലും അതുപോലെ തന്നെ തിരുമലയിലൊക്കെ താമസത്തിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതായത് അതിന് പറഞ്ഞ പ്രോപ്പർട്ടീൻ്റെ പേര് പറഞ്ഞാൽ വിഷ്ണു നിവാസം, മാധവം, ശ്രീനിവാസം എന്നൊക്കെയാണ്. ഞങ്ങൾ മുമ്പേ എന്താ പറയുക തിരുപ്പതി വന്ന സമയത്ത് അതൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് തന്നെയാണ് അതൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ വരാം. അതിന് ശേഷം അങ്ങനെയും പോവാം. അതുപോലെ തന്നെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാതെ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള വിഷയം എന്ന് വെച്ചാൽ ഇവിടെ രാവിലെ വെളുപ്പിന് 3:30 വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ടോക്കൺ എടുക്കേണ്ട ഒരു സൗകര്യമുണ്ട്. ആ ടോക്കൺ പ്രകാരം മാത്രം ഇന്ന സമയം പറയും നമ്മുടെ ദർശനം ഏതാണെന്ന്. അത് പക്ഷേ എടുത്തു കഴിഞ്ഞാൽ മണിക്കൂറുകൾ എപ്പോഴാണ് പോയിട്ട് തിരിച്ചു വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂല. തീർച്ചയായും ഞങ്ങളിപ്പോൾ ദർശനം ചെയ്യാത്തത് ഞങ്ങൾ പെട്ടെന്നാണ് തിരുപ്പതിയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്തത്. അതെ, ഈ പെട്ടെന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ദർശനത്തിനുള്ള ടിക്കറ്റ് കിട്ടൂല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ, ഇവിടെ വന്ന് എടുത്തു കഴിഞ്ഞാൽ മണിക്കൂറുകൾ നമ്മൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. ഇപ്പം എന്താ പറയുക, തിരുപ്പതിയിലേക്കുള്ള ചെറിയൊരു യാത്ര എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇനിയിപ്പം അടുത്ത ദിവസം ഇവിടുന്ന് ഒരു ബസ് യാത്രയാണല്ലേ? ബസ് യാത്രയാണ്. കൂടാതെ തന്നെ തിരുപ്പതിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇവിടെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ മേലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.